Welcome to BSc Session Physics, 48th lecture, Semester 6, BSc Session Physics, Computer Mathematics. Today we see Newton-Raphson method of solving the equation part 3. Newton-Raphson method part 3. Solution. So we can do a problem using Newton-Raphson formula. Use the Newton-Raphson method to find the positive root of the equation sin x is equal to x square. The equation sin x equal to x square ആണ്. ആ ഇക്വേഷൻ റൂട്ട് കണ്ടുപിടിക്കണം. Newton-Raphson method apply ചെയ്യുക. Use Newton-Raphson method to find the positive root of the equation sin x is equal to x square. fx is equal to sin x നമ്മൾ ആ എക്സ് സ്ക്വയർ ഇപ്പോൾ കൊണ്ടുവന്നാൽ മതി. ഇപ്പോൾ സൈൻ എക്സ് മൈനസ് എക്സ് സ്ക്വയർ 0 എന്ന് കിട്ടും. ഇപ്പോൾ സൈൻ എക്സ് മൈനസ് എക്സ് സ്ക്വയർ ആണ് ഫംഗ്ഷൻ. സോ ഹിയർ എഫ് എക്സ് ഈസ് ഈക്വൽ ടു സൈൻ എക്സ് മൈനസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 0. We take the function sin x minus x square. Let us be suppose that x is equal to 0. Then x1 is x0 minus fx0 by f dash x0. That is the Newton-Raphson formula. Fx is equal to, put 0 in the above equation, we get is sin 0, 0, 0 minus 0 square, 0. F dash x is cos x minus 2x. If we put 0, cos 0 is 1 and 0 square is 2 into 0 is 0. So fx is equal to 0, f dash x is equal to 1. In that case, x1 is equal to 0 minus 0 by 1, 0. But 0 is not a root. 0 is not an root admissible to this equation. So we find exact root by the Newton-Raphson iteration. ഇപ്പോൾ 0 നമുക്ക് റൂട്ടായിട്ട് എടുക്കുന്നത് ഒരു പ്രശ്നമാണ്. കാരണം 0 അങ്ങനെ റൂട്ടായിട്ട് എടുക്കാൻ പാടില്ല. 0 അല്ലാതെ അതിനകത്ത് വേറെ ചെയ്യുകയാണ് റൂട്ടായിട്ട്. ആ റൂട്ട് നമ്മൾ കണ്ടുപിടിക്കുകയാണ് Newton-Raphson മെത്തേഡിൽ. So we see first iteration. ലെറ്റ് നമുക്കൊരു ഈ 0ക്ക് അടുത്തുള്ള ഒരു പോസിബിൾ വാല്യൂ കൊടുക്കാം നമുക്ക്. ലെറ്റ് x0 is equal to 0.5. fx is equal to sin x minus x square. That is equal to ഈ എക്സ് എന്ന് പറഞ്ഞാൽ സൈൻ 0.5 ആണല്ലോ. സൈൻ 0.5 അത് റേഡിയനായിട്ട് ചിന്തിക്കണം. ആ 0.5നെ റേഡിയൻ എടുക്കണം. അപ്പോൾ റേഡിയനെ ഡിഗ്രി ആക്കാൻ നമ്മൾ ചെയ്യുന്നത് 180/π എന്ന് വിളിച്ചാൽ മതി. 180/π കാരണം പൈ റേഡിയനാണ് 180 ഡിഗ്രി. 180/π കൊണ്ട് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ റേഡിയനെ ഡിഗ്രി ആക്കാം. ഇവിടെ 0.5 റേഡിയനായിട്ട് എടുക്കണം. അപ്പോൾ 0.5 into 180/3.14 28.66 അതാണ് റേഡിയനിൽ. അപ്പോൾ fx0 sin x minus x സ്ക്വയർ നമുക്ക് എഴുതാം sin 28.66 minus 0.5 സ്ക്വയർ. അപ്പോൾ എക്സിൻ്റെ വാല്യൂ കൊടുക്കുമ്പോൾ സൈൻ്റെ കൂടെ അതിന് തുല്യമായിട്ടുള്ള ഡിഗ്രി വാല്യൂ കൊടുക്കണം. എക്സിൻ്റെ കൂടെ നമുക്ക് ആ സംഖ്യ കൊടുത്താൽ മതി, 0.5 കൊടുത്താൽ മതി. അത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് sin 28.66 0.4796 minus 0.5 square 0.25 0.2296. That is fx0. ഇനി നമുക്ക് അതിൻ്റെ കൂടെ എഫ് ഡാഷ് എക്സ് കൂടി കാണാം, അല്ലെങ്കിൽ എഫ് ഡാഷ് x0 കാണാം. എഫ് ഡാഷ് എക്സ് എന്ന് പറഞ്ഞാൽ cos x minus 2x. So cos 28.66 minus 2 into 0.5 0.8775. നമ്മൾ ടേബിൾസ് കാൽക്കുലേറ്റർ നോക്കണം സയൻറ്റിഫിക്. -1 is equal to minus 0.1225. That is f dash x0. So the root almost the correct root x1 is equal to x minus fx0 by f dash x0 equal to 0.25 minus 0.2296 by minus 0.1225. Minus cancel, we get 0.5 plus ആ സംഖ്യ ഭാഗിച്ച് എടുക്കണം. അത് ഭാഗിച്ചെടുക്കുമ്പോൾ നമുക്ക് ഒരു
1.9 അല്ലെങ്കിൽ 1.8 ഒക്കെ കിട്ടും. എന്നിട്ട് നമ്മൾ ഈ 0.5 കൂട്ടുമ്പോൾ 2.3740 എന്ന് കിട്ടും. ഇപ്പോൾ സ്റ്റെപ്പ് 2 ഉണ്ട്. അപ്പോൾ അവിടെ മൈനസ് കിട്ടിയപ്പോൾ പ്ലസ് കിട്ടും. അങ്ങനെ കൂട്ടുമ്പോൾ 2.3740 എന്ന് കിട്ടും. അത് ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ കൂട്ടണം. അപ്പോൾ അതാണ് റൂട്ട്. ആൾമോസ്റ്റ് അപ്രോക്സിമേറ്റ് റൂട്ട് x1 is 2.3740. ഇനി നമുക്ക് അടുത്ത ഐറ്ററേഷൻ കൂടി ചെയ്ത് നോക്കാം. 1-2 ഐറ്ററേഷൻ ചെയ്യാം. സെക്കൻഡ് ഐറ്ററേഷൻ. അപ്പോൾ ഇപ്പോൾ കിട്ടിയ ആ എക്സ് ഉണ്ടല്ലോ, അത് നമ്മുടെ പുതിയ കേസായിട്ട് വിചാരിച്ചിട്ട് x2 എടുക്കണം. വി ഹാവ് എഫ് എക്സ് ഇസ് ഈക്വൽ ടു സൈൻ എക്സ് മൈനസ് സ്ക്വയർ, എഫ് ഡാഷ് എക്സ് ഇസ് ഈക്വൽ ടു കോസ് എക്സ് മൈനസ് 2x. ഈ സൈൻ എഫ് എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് എഫ് ഡാഷ് എക്സ് കിട്ടുന്നത്. സൈൻ എക്സ് മൈനസ് സ്ക്വയറിൻ്റെ ആ ഡെറിവേറ്റീവാണ് കോസ് എക്സ് മൈനസ് 2x. സെക്കൻഡ് ഐറ്ററേഷൻ. അപ്പോൾ x2 എന്ന് പറയാം റൂട്ട്. x2 ഈസ് x1 മൈനസ് എഫ് എക്സ് 1 ബൈ എഫ് ഡാഷ് x1. x1 തന്ന് നേരത്തെ കിട്ടിയല്ലോ 2.3740. ഈ 2.374 എന്ന് പറഞ്ഞാൽ അത് റേഡിയനാണ്. അത് ഡിഗ്രി ആക്കുമ്പോൾ 2.374 × 180/3.14 ഇതിൽ 136 ഡിഗ്രി കിട്ടും. 136 ഡിഗ്രി കിട്ടും. therefore fx1 sin x minus x square equal to sin 136 minus 2.374 square equal to 0.6946 minus 5.636 is equal to minus 4.8941 എന്ന് കിട്ടും. f dash x1 is equal to cos x minus 2x cos 136 minus 2 into 2.3740 f dash x1. That is equal to minus 0.7193 minus 4.748. That we get as 5.467. Therefore, x2 is equal to x1 minus. We apply the Newton-Raphson formula. x1 minus fx1 by f dash x1. 2.3740 minus of 4.941 by 5.467. That is equal to 2.3740 plus 0.9037 equal to 3.2777. That is another root. And we do one more iteration. Third iteration. With the third iteration, we can finish this problem. For third iteration, the inner formula is x3 is equal to x2 minus fx2 by f dash x2. x3 we calculate. x2 is 3.2777 from the previous iteration. Therefore, fx2 is equal to sin s minus s square is equal to sin 188. ഇവിടെ 3.2777 അത് ഡിഗ്രി ആക്കുമ്പോൾ 188 എന്ന് കിട്ടും. 5/180 കൊണ്ട് അല്ലെങ്കിൽ 180/5 കൊണ്ട് കുടിച്ച്. അപ്പോൾ സൈൻ 188 മൈനസ് 3.277 ഈക്വൽ ടു മൈനസ് 0.1391 മൈനസ് 10.743 is equal to minus 10.882. Therefore, f dash x2 is cos x minus 2x equal to cos x2 minus 2x2. Cos 188 degree minus 2 into 3.2777 equal to minus 0.9903. You see the calculator. Minus 6.5554. So minus 7.5457. That is f dash x2. So the new root x3 is equal to x2 minus fx2 by f dash x2. താഴെ f dash x2 ആട്ടോ. ഡാഷ് ആ ബ്രാക്കറ്റ് ചേർന്ന് കിടക്കുകയാണ്. അതുകൊണ്ട് ശരിക്കും എഴുതണം x2 minus fx2 by f dash x2. താഴെ f dash x2 ആണ്. Equal 3.2777 minus of 10.882 by minus 7.5457 equal to 3.2777 minus 1.442. On subtraction we get 1.8357. And this can be considered as the root. This can be considered as the exact root of the given equation. ഇതിനകത്തുള്ള ഒരു ചെറിയൊരു ഷോർട്ട് ആൻസർ ഉണ്ട്. ഈ അൽഗോരിതം എന്ന് പറഞ്ഞൊരു പാർട്ടുണ്ട്. അൽഗോരിതം
അൽഗോരിതം ഓഫ് വേരിയസ് മാത്തമാറ്റിക്സ് വി ഡു. നമ്മൾ ചെയ്യുന്ന ആ പ്രത്യേക കണക്കുകൾക്ക് അൽഗോരിതം ഉണ്ട്. അൽഗോരിതം എന്ന് പറഞ്ഞാൽ ഈ സിസ്റ്റമാറ്റിക് പ്രൊസീജിയർ നമ്മൾ സിമ്പിൾ സെൻറ്റൻസിൽ എഴുതുന്നതാണ്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ സിമ്പിൾ സെൻറ്റൻസിൽ നമ്മൾ ഈ സി ലാംഗ്വേജോ അല്ലെങ്കിൽ മറ്റ് ലാംഗ്വേജോ വെച്ച് എഴുതുന്ന രീതിയെ വിളിക്കുന്ന അൽഗോരിതം. ഇത് മാത്തമാറ്റിക്കൽ പ്രൊസീജിയർ. അതിപ്പോൾ എല്ലാത്തിൻ്റെയും അൽഗോരിതം നമുക്ക് പഠിക്കാനുണ്ട്. ബൈസെക്ഷൻ മെത്തേഡിനും ഈ ന്യൂട്ടൺ റാപ്സിനും അതുപോലെ ഈ വരാൻ പോകുന്ന ഇൻ്റർപോളേഷൻ ഒക്കെ ഉണ്ട്. അപ്പം അതിൽ ചില സ്റ്റെപ്പുകളൊക്കെ ഓർത്തിരിക്കണം. കാരണം ഇത് എക്സാക്റ്റ് പ്രോഗ്രാമല്ല, നമ്മൾ ഫോളോ ചെയ്യുന്ന ചില സ്റ്റെപ്പുകൾ നമ്പർ ഇട്ട് എഴുതി കാണിക്കുക. അതിനാണ് അൽഗോരിതം എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് അൽഗോരിതം? ഇൻ മാത്തമാറ്റിക്സ് ആൻഡ് കമ്പ്യൂട്ടർ സയൻസ്, ആൻഡ് അൽഗോരിതം ഈസ് എ ഫൈനൈറ്റ് സീക്വൻസ് ഓഫ് വെൽ ഡിഫൈൻഡ് computer implementable instructions typically to solve a class of problems or perform a computation. ഒരു കമ്പ്യൂട്ടേഷൻ ചെയ്യാൻ, ഒരു കാൽക്കുലേഷൻ ചെയ്യാൻ, അല്ലെങ്കിൽ ക്ലാസ് പ്രോബ്ലം ചെയ്യാൻ, ഇക്വേഷൻ സോൾവിങ്, ക്ലാസ് പ്രോബ്ലം ചെയ്യാൻ കമ്പ്യൂട്ടറിൽ സ്വീകരിക്കുന്ന ഈ മെത്തേഡ് നമ്മൾ ചില സിമ്പിൾ സ്റ്റെപ്പുകൾ അവതരിപ്പിക്കുക. അതിനെ വിളിക്കുന്ന ഒരു അൽഗോരിതം. ഇൻ മാത്തമാറ്റിക്സ് ആൻഡ് കമ്പ്യൂട്ടർ സയൻസ്, an algorithm is a finite sequence of well-defined computer implementable instructions ആണ്. കമ്പ്യൂട്ടറിൽ നമുക്ക് ചെയ്തു തീർക്കാവുന്ന ചില ഇൻസ്ട്രക്ഷൻസിൻ്റെ ഒരു സീക്വൻസിൽ വിളിക്കുന്ന പേരാണ് അൽഗോരിതം. എല്ലാ മാത്തമാറ്റിക്കലും ഓപ്പറേഷനും നമുക്ക് അൽഗോരിതം കൊടുക്കാവുന്നതാണ്. ആദ്യം നമ്മൾ ന്യൂട്ടൺ റാപ്സിൻ്റെ അൽഗോരിതം പഠിക്കുകയാണ്. അപ്പോൾ അൽഗോരിതം പഠിച്ചുകൊള്ളുന്ന ഒരു അൽഗോരിതം ചോദിക്കാറുണ്ട് പരീക്ഷയ്ക്ക്. ഇത് നേരത്തെ ചോദിച്ചതാണ്, ന്യൂട്ടൺ റാപ്സൺ മെത്തേഡിൻ്റെ അൽഗോരിതം. അപ്പോൾ അതൊരു കംപ്ലീറ്റ് പ്രോഗ്രാമില്ല, വെറും പോയിൻ്റാണ് കേട്ടോ. പോയിൻ്റ് പ്രോഗ്രാമില്ല. അല്ലെങ്കിൽ നമ്മൾ ഈ ഫോർമുലയിൽ വരുന്ന കാര്യങ്ങൾ, മെത്തേഡ് വരുന്ന കാര്യങ്ങൾ ഇങ്ങനെ അമ്പറ്റ് അത്രയേ ഉള്ളൂ. അത് നോട്ട് എ പ്രോഗ്രാം. പക്ഷെ നമ്മൾ സി ലാംഗ്വേജിൻ്റെ ചൂട് പിടിച്ചാണ് എഴുതുന്നത്. സി ലാംഗ്വേജിൽ എഴുതുന്ന ചില വാക്കുകളൊക്കെ ചേർക്കാറുണ്ട്. ഇൻപുട്ട് അല്ലെങ്കിൽ ഇഫ്, എൽസ് ഒക്കെ ചേർക്കാറുണ്ട്. അൽഗോരിതം ഫോർ ന്യൂട്ടൺ റാപ്സൺ മെത്തേഡ്. ഫസ്റ്റ് പോയിന്റ് ബിഗിൻ. നമ്മൾ ആരംഭിക്കുകയാണ്. ബിഗിൻ എന്ന് കാണിക്കണം. ഇൻപുട്ട് x0, നമ്മൾ ആദ്യത്തെ ഒരു വേരിയബിൾ കൊടുക്കണം. ഡു, ആ കാൽക്കുലേഷൻ ചെയ്യണം. സെറ്റ് x1 ആസ് x0 പ്ലസ് fx1 ബൈ f ഡാഷ് x0. അങ്ങനെ നമ്മൾ x1 സെറ്റ് ചെയ്യണം. കണ്ടിന്യൂ. സെറ്റ് x0 ഈസ് xn plus 1 or xn minus 1. അടുത്ത വാല്യൂ നമ്മൾ കൂട്ടിയെടുക്കുന്നതിന് xn minus 1 കുറവായിരിക്കണമല്ലോ ഇപ്പുറത്ത്. പ്ലസ് xn minus 1 ബൈ f ഡാഷ് xn minus 1. നമ്മൾ പഠിച്ച ഫോർമുല xn plus 1 ഈസ് xn പ്ലസ് xn ബൈ f ഡാഷ് xn എന്നാണ് പഠിച്ചത്. അതിങ്ങനെയും പറയാം. സെറ്റ് xn ഈസ് ഈക്വൽ ടു xn minus 1 പ്ലസ് xn minus 1 by f dash xn minus 1. റൈറ്റ് xn end. ഇങ്ങനെ 8 സ്റ്റെപ്പിലാണ് ഇതിൻ്റെ അൽഗോരിതം എഴുതുന്നത്. ഇത് അൽഗോരിതം കംപ്ലീറ്റ് പ്രോഗ്രാം അല്ല, നമ്മൾ എന്ത് ചെയ്യണം എഴുതി കാണിക്കുകയാണ്. അപ്പോൾ ഇത് ഒന്ന് പ്രത്യേകം വായിച്ച് ഒന്ന് ബൈഹാർട്ട് ചെയ്ത് പഠിച്ചു കൊള്ളാം. ഇനി അടുത്തത് അൽഗോരിതം ഫോർ ഐട്രേഷൻ. നമ്മൾ സക്സസീവ് ബൈസെക്ഷന് അൽഗോരിതം സക്സസീവ് ബൈസെക്ഷൻ പഠിച്ചല്ലോ ആദ്യ മാത്തമാറ്റിക്സ്. അതിനുകൊണ്ട് അൽഗോരിതം. ആ അൽഗോരിതം നമ്മൾ ഇവിടെ കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം പഴയതുപോലെ ബിഗിൻ, നമ്മൾ പ്രോഗ്രാം എഴുതുന്ന പോലെ തന്നെ എഴുതും. പക്ഷേ പ്രോഗ്രാമല്ല ഇത്, കുറേ സ്റ്റെപ്പുകളാണ്. നമ്മൾ എന്തെല്ലാം സ്റ്റെപ്പുകൾ സ്വീകരിച്ചു എന്നുള്ളതാണ്. ബിഗിൻ, ഇൻപുട്ട് x1 ആൻഡ് xr എന്ന് പറഞ്ഞാൽ x2 x3 x4 ഒക്കെ ആകാം. ഡു, സെറ്റ് എക്സ് മിഡ്, എക്സിൻ്റെ മിഡ് ഭാഗം. ആവറേജ്, സെറ്റ് എക്സ് മിഡ്, MID മിഡ് നേരെ എഴുതിയാൽ മതി. സഫിക്സ് ആണെങ്കിലും ഇവിടെ എഴുതുമ്പോൾ നേരെ കൊടുത്താൽ മതി. എക്സ് മിഡ് x1 പ്ലസ് XR നേരെ എഴുതണം കേട്ടോ. x1 സഫിക്സ് ആക്കണ്ട, നേരെ സഫിക്സ് ആയിട്ട് എഴുതിയാലും കുഴപ്പമില്ല. കാരണം ഇത് അൽഗോരിതമാണ്. പ്രോഗ്രാമിൽ വരുമ്പോൾ നമുക്ക് x1 എന്നേ പറയാൻ പറ്റുള്ളൂ. 1 നേരെ ഇടണം. x1 പ്ലസ് XR ക്ലോസ് ബ്രാക്കറ്റ് ബൈ 2. നമ്പർ 5, if x mid less than 0, 6, set x1 equal to x mid. Else
അങ്ങനെ അല്ലെങ്കിൽ എൽസ് സെറ്റ് എക്സാർ ഈസ് എക്സ് മിഡ് വൈൽ. അപ്പോൾ ഇവിടെ ഇഫ് എൽസ് വൈൽ എന്നൊക്കെ പറയുന്ന ഈ സി ലാംഗ്വേജിലെ ടേംസ് ഒക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. വൈൽ ഇൻസൈഡ് ബ്രാക്കറ്റ് എഫ് എക്സ് മിഡ് ക്ലോസ് ദി parenthesis ലെസ് ദാൻ ഈക്വൽ ടു റിക്വയർഡ് ആക്യുറസി നമ്പർ 10 റൈറ്റ് എക്സ് മിഡ് എൻഡ്. അപ്പോൾ നമ്മൾ ഈ പ്രോഗ്രാം ആവർത്തിക്കണം. റിക്വയർഡ് ആക്യുറസി വരുമ്പോൾ നമുക്കിത് സ്റ്റോപ്പ് ചെയ്യാം, എൻഡ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അൽഗോരിതം. അപ്പോൾ ഈ അൽഗോരിതം ഇതേപടി നമുക്കത് കാര്യമായിട്ട് അതിൽ ഓരോ സ്റ്റെപ്പ് മനസ്സിലാക്കാനില്ല. നമ്മൾ ചെയ്ത കാര്യങ്ങളിൽ വരുന്ന പ്രധാനപ്പെട്ട സംഗതികൾ ഇങ്ങനെ അമ്പലിട്ട് എഴുതുന്നത് മാത്രം. അപ്പോൾ ഇതേ രീതിയിൽ പഠിക്കുക. സ്റ്റാർട്ടിങ് എപ്പോഴും ബിഗിനാണ്, അവസാനിക്കുന്നതെല്ലാം എൻഡിലായിരിക്കും. അങ്ങനെ ഓർക്കണം അൽഗോരിതം. അപ്പോൾ അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കാം, വാട്ട് ഈസ് അൽഗോരിതം? ഗിവ് ദി അൽഗോരിതം ഫോർ ന്യൂട്ടൺ റാപ്സൺ മെത്തേഡ്. അതാണ് നമ്മൾ ആദ്യം വായിച്ചത്. നമ്പർ 2, റൈറ്റ് ദി അൽഗോരിതം ഫോർ സക്സസീവ് ബൈസെക്ഷൻ മെത്തേഡ് ഓഫ് സോൾവിങ് ഇക്വേഷൻ സോൾവ് ചെയ്യാനുള്ള സക്സസീവ് ബൈസെക്ഷൻ മെത്തേഡിൻ്റെ അൽഗോരിതം പറയാം. അതിൽ ഇപ്പോൾ വായിച്ചത്. അപ്പോൾ എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് ബിഗിനിലാണ്, എൻഡ് ചെയ്യുന്നത് അവസാനിക്കുന്നത് എൻഡിലാണ്. That is all. In the next class we start the mathematics interpolation. Thank you.